ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. ദൂതൻ അവളോട് പറഞ്ഞു, മറിയാമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ കന്യക മറിയത്തിനും ഒരു ബാല്യമുണ്ടായിരുന്നു. എങ്ങനെയുള്ള ബാല്യവും കൗമാരവുമായിരുന്നു അത്? വാർദ്ധക്യത്തിൽ യോവാക്യമിനും അന്നായ്ക്കും അവരുടെ നേർച്ച കാഴ്ചകളിൽ സംതൃപ്തനായി സ്വർഗസ്ഥനായ ദൈവം അവർക്ക് കൊടുത്ത ഒരു കുഞ്ഞോമന മകൾ. എന്നാൽ തങ്ങൾക്ക് മക്കളില്ല എന്ന ദുഷ്പേര് മാറ്റിത്തരുവാനായി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവത്തിനൊരു കാര്യവും നേർന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കാം എന്ന്. പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്ന വാർദ്ധക്യത്തിൽ ഇതാ ഇപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്കുത്തരമായി അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ആറ്റുനോറ്റുണ്ടായ ഉണ്ണി കൊതി തീരെ കളിപ്പിച്ചും ഊട്ടിയും ഉറക്കിയും ആ പൊന്നോമനയെ സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുൻപേ ദൈവത്തിന് കൊടുത്ത വാക്ക് പാലിക്കുവാൻ തയ്യാറാകുന്ന ദമ്പതിമാർ. വാർദ്ധക്യത്തിൽ തങ്ങൾക്ക് കൂടെ താമസിച്ച് തങ്ങളെ പരിചരിക്കേണ്ട ആ മകളെ ദൈവത്തിന് സമർപ്പിക്കുന്ന മാതാവും പിതാവും. ദേവാലയത്തിലൊരു ശുശ്രൂഷക്കാരിയായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന കൊച്ചു മറിയം തൻ്റെ ബാല്യത്തിൽ, തൻ്റെ കൗമാരത്തിൽ ആ കൊച്ചു ബാലികയുടെ മനസ്സിൽ ദൈവം ഏറ്റവും പ്രധാനപ്പെട്ട ആളായി തീരുകയാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം, കുടുംബ പശ്ചാത്തലം, അവരുടെ അമ്മയുടെയും അപ്പൻ്റെയും ദൈവത്തിലുള്ള ആശ്രയം, ഇതെല്ലാം അവരെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ പ്രേരിപ്പിക്കേണ്ട ഘടകങ്ങളാണ്. ഇന്നത്തെ യുവത്വത്തിലുള്ള ഒരമ്മയ്ക്കും അപ്പനും പ്രാർത്ഥിച്ചും പല നേർച്ചകളും നേർന്ന് ദൈവകൃപയാൽ ഒരു കുഞ്ഞിനെ ലഭിച്ചാൽ ആ കുഞ്ഞിനെ ദൈവത്തിന് കൊടുത്തില്ലെങ്കിലും ദൈവാശ്രയത്തിലെങ്കിലും വളർത്തുവാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ ഈ കുഞ്ഞു മറിയം ദേവാലയത്തിൽ വളർന്നു വരികയാണ്. ദേവാലയത്തിൽ വളർന്നവൾ എന്ന് വെച്ചാൽ ദൈവത്തോടൊത്തു വളർന്നവൾ. ദൈവത്തെ നന്നേ ചെറുപ്പം മുതൽക്കേ ഹൃദയത്തിൽ അടയാള മുദ്രയായി സ്വീകരിക്കുവാൻ കഴിഞ്ഞ കുഞ്ഞു മറിയം, ദൈവം ഉള്ളിലുണ്ടായിരുന്ന മറിയം. അതുകൊണ്ടെല്ലാം ആയിരിക്കാം തൻ്റെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വന്ന സഹനങ്ങളെയും പാലായനങ്ങളെയും തിരസ്കരണങ്ങളെയും അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്ന അതിക്രൂരമായ വാളുകളെയും പരാതി കൂടാതെ സ്വീകരിക്കുവാൻ മറിയത്തിന് കഴിഞ്ഞത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ, എന്തിനധികം നമ്മിൽ തന്നെ പലരും എത്ര പെട്ടെന്നാണ് ഒരു ചെറിയ പ്രതികൂലത്തിന് മുൻപിൽ വാടിപ്പോകുന്നത്. അതിനൊന്നേ കാരണമുള്ളൂ, നാം ദൈവത്തോടൊത്തു വളർന്നിട്ടില്ല. ദൈവത്തിൻ്റെ പ്രഭാവം നമ്മുടെ ഉള്ളിലില്ല. ദൈവത്തെ നാം ഇപ്പോഴും ദൈവമായിരിക്കുന്നത് പോലെ മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തോടൊത്തു വളർന്ന് ലോകത്തിൻ്റെ മുഴുവനും അമ്മയായ വിശുദ്ധ കന്യക മറിയം. ഇന്നും അങ്ങനെ ചില അമ്മമാർ നമ്മുടെ ഇടയിലുമുണ്ട്. പലരും പരിഹസിക്കുകയും ചെളിവാരി എറിയുകയും കുറ്റപ്പെടുത്തുകയും ഇപ്പോൾ തുറങ്കിലടയ്ക്കാൻ വരെ ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഇടയിൽ നാം അറിയാത്ത ഒരുപാട് പേരുടെ സങ്കടം കേൾക്കുന്ന, ഒരുപാട് അനാഥ കുഞ്ഞുങ്ങളുടെ അമ്മമാരായി ജീവിക്കുന്ന കന്യാസ്ത്രീ അമ്മമാർ. ആൺകുഞ്ഞുങ്ങളെ അനാഥ മന്ദിരങ്ങളിൽ, പുനരധിവാസ കേന്ദ്രങ്ങളിൽ സ്വന്തം മക്കളായി വളർത്തുന്ന പുരോഹിത ശ്രേണിയിലുള്ളവർ. നമുക്കും ആഗ്രഹിക്കാം മക്കളെ ദൈവവിചാരത്തോടെ വളർത്തുവാൻ, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുവാൻ, ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളാകുവാൻ. അങ്ങനെ അവരെ വളർത്തുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്നും ജോസഫിൻ്റെയും മേരിയുടെയും പിൻഗാമികളായി പുതിയ തലമുറയിലെ അംഗങ്ങൾ മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ വേദനയിലും സങ്കടങ്ങളിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞുകൂടുന്ന അനേകർക്ക്, അമ്മത്തൊട്ടിലിൽ ദിവസങ്ങൾക്കുള്ളിൽ ഉപേക്ഷിച്ചു പോയ അനാഥരാകാൻ വിധിക്കപ്പെട്ട കുഞ്ഞു ഹൃദയങ്ങൾക്ക് നമ്മുടെ ഓരോ അച്ഛന്മാരും ജോസഫുമാരും ഓരോ കന്യാസ്ത്രീകളും അവർക്ക് അമ്മ മറിയവും ആയി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ നമ്മുടെ ഇടയിൽ
കൂടുതൽ കൂടുതൽ വിശുദ്ധ ജോസഫുമാരും വിശുദ്ധ കന്യക മറിയമ്മമാരും നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.